ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല സ്കൂളുകളിലും 4-5 ചാപ്റ്ററൊക്കെ ഫിസിക്സിൻ്റെയും അതേപോലെ മാത്തമാറ്റിക്സിൻ്റെയും കെമിസ്ട്രിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ +2-ൽ നമ്മുടെ ഈ ക്ലാസ് 12 CBSEയിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പല കുട്ടികളും ഇപ്പോഴും +1 അതേ ട്രാക്കിലൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ക്ലാസ് 11 CBSEയിൽ എന്തില്ല, ബോർഡ് എക്സാമിനേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലാഘവത്തോടെയാണ് +1 കണ്ടത്. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നമ്മുടെ ക്ലാസ് 12 CBSEയിലോട്ട് അപ്രോച്ച് ചെയ്ത പല കുട്ടികളും ഉണ്ട്. അവർക്ക് ഇനി 8ൻ്റെ പണിയാണ് മുന്നോട്ടേക്ക് കിട്ടാനായിട്ട് പോകുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ക്ലാസ് 12 CBSE എന്ന് പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷനാണ്. ഇന്ത്യയിലെ ഒരു ടഫസ്റ്റ് ബോർഡ് എക്സാമിനേഷനാണ് ക്ലാസ് 12 CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ബോർഡ് എക്സാമിനേഷന് ഒരു 95% മുകളിൽ മാർക്ക് വാങ്ങുമെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അതിന് നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പല കുട്ടികളും പറയും, സാർ ഞങ്ങളെ ഈ 1-2 മാസം ഞങ്ങളുടെ വെറുതെ പോയിട്ടുണ്ട്. മക്കളെ, ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇനിയുള്ള മാസങ്ങളിൽ നമ്മുടെ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, നമുക്ക് ജനുവരി വരെ ഞാൻ സമയം പറയുന്നുള്ളൂ. ഫെബ്രുവരി നമ്മുടെ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ജനുവരി വരെ നമുക്ക് സമയമുണ്ട്. ഈ ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യം എടുത്താൽ, ഫിസിക്സിനെ നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്നത് ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡെറിവേഷൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു എക്സാമിനേഷന് ചോദിച്ചത്. എന്നിരുന്നാൽ കൂടിയും ഡെറിവേഷൻ അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം നിങ്ങളുടെ ക്ലാസ് 12 CBSE ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടി. അടുത്ത വർഷം ചിലപ്പോൾ ഡെറിവേഷൻ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നീട് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ ഡെറിവേഷനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യനുമാണ് ഏറ്റവും കുട്ടികളെ വലയ്ക്കാനായിട്ട് പോകുന്നത്. ഡെറിവേഷൻ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. നന്നായിട്ട് എഴുതി പഠിക്കുക. ഓരോ സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡെറിവേഷൻ നമുക്ക് പക്കയായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യനാണ്. ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നല്ല ഒരു കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പല ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും പല ചാപ്റ്ററിൽ നിന്നും എടുത്ത്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിനെ സെക്കൻഡ് ചാപ്റ്ററിനെ കണക്ഷനായിട്ടായിരിക്കും, ഈ 2 ചാപ്റ്ററിനെ കണക്ഷനായിട്ടായിരിക്കും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചും സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫുള്ളി നമ്മുടെ ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. എന്തിനാണ് ഈ ബൈഹാർട്ട് ചെയ്യാൻ പറയുന്നത്? ഒരിക്കലും ഞാൻ ബൈഹാർട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. എന്നിരുന്നാൽ കൂടിയും ബൈഹാർട്ട് ചെയ്യാൻ പറയുന്ന കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ വരണം. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ എടുത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, സെൽഫ് ഇൻഡക്റ്റൻസിന് തന്നെ 2 ഇക്വേഷനാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? μ0 n² AL എന്ന് പറഞ്ഞൊരു ഇക്വേഷനുണ്ട്. അതേപോലെ തന്നെ L = 5 × I എന്ന് പറയുന്നൊരു ഇക്വേഷനുണ്ട്. ഈ 2 ഇക്വേഷനുണ്ട്. 2 കൂടുതൽ ഇക്വേഷനുണ്ട്. E = L × dI/dt എന്ന് പറഞ്ഞ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസിന് തന്നെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ഐഡിയ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനൊക്കെ നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യണം, എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈഹാർട്ട് ചെയ്യുക. ഒരു പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷനൊക്കെ നമ്മുടെ പേപ്പറിനകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ഭിത്തിയിൽ നിങ്ങൾ കാണുന്നിടത്ത് എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ജസ്റ്റ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ മൈൻഡിൽ ആ ഇക്വേഷനൊക്കെ കിടക്കും. ഇനി ഏതെങ്കിലും ഇക്വേഷൻ ബുദ്ധിമുട്ടാണ് പഠിക്കാനെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ അതിൻ്റെ ഡെറിവേഷൻ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കുക. ഇപ്പോൾ ഒരു ഇക്വേഷനാണ് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ B = μ0 NiA² / 2A² + x² 3/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഒരു സർക്കുലർ കോയിലിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനാണ്. ഇങ്ങനെയുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡെറിവേഷൻ പ്രോപ്പറായിട്ട് പഠിക്കുക. ആ ഡെറിവേഷനെ കുറഞ്ഞ സ്റ്റെപ്പിൽ ഒതുക്കിയിട്ട് പെട്ടെന്ന് ഇക്വേഷനിലോട്ട് എത്താനുള്ള രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. എങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് പോകണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. കോൺസെപ്റ്റ് അറിയാതെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്സിൻ്റെ കാര്യം. മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്,
നമുക്ക് കൂടുതൽ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലായിരിക്കും മാത്തമാറ്റിക്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഫിസിക്സ് ഒരിക്കലും നമ്മൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യത്തില്ല. അപ്പോൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കുറേ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ നിങ്ങൾ ആ ഫോർമുലാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എഴുതി എന്ത് ചെയ്യണം മക്കളെ പഠിക്കണം. അതുമായിട്ടുള്ള ഏറ്റവും ക്വസ്റ്റ്യൻസ് മോർ ആയിട്ട് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. പിന്നീട് വരുന്ന കെമിസ്ട്രിയാണ് അല്ലേ. കെമിസ്ട്രി നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുന്നത് ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ നെയിംഡ് റിയാക്ഷനൊക്കെ നിങ്ങൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് അതിനെ നിങ്ങളുടെ ബൈഹാർട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിലോട്ട് എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിക്കുക. എങ്കിൽ ഉറപ്പാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു വെൽ സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇന്ന മാസം ഞാൻ ഇത്ര ചാപ്റ്റർ കഴിയും, ഇന്ന മാസം കൊണ്ട് ഞാൻ ആ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലെടുക്കണം. എന്നിട്ട് ഇന്ന മാസം കഴിയുമ്പോൾ ആ ചാപ്റ്ററൊക്കെ ഞാനൊന്ന് റിവൈസ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വെൽ പ്ലാൻഡ്, ഈ ഒരു വർഷത്തേക്കുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന 95% മുകളിൽ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫിസിക്സിൽ 4 ചാപ്റ്ററൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത്. നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യണം, അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണം. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പേടിക്കേണ്ട പെൻഡിങ് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഇനിയും റിവൈസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ആ റിവിഷൻ കോഴ്സൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇനി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാം. മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ ഇപ്പോൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.